കുട്ടിമണിയെ കൊല്ലാനേൽപ്പിച്ച റീത്തയുടെ കണ്ണുകൾ കുട്ടിമണി മുറിവേൽപ്പിക്കുന്നു. കോടതിയിൽ മനസ്സിജൻ കുറ്റമേൽക്കുന്നു. മനസ്സിജൻ എന്നയാൾ സ്വമേധയാ സമ്മതിച്ചതിനാലും 3 മണി എന്ന കുട്ടിമണി പൂർണ്ണമായി വളർച്ചയെത്താത്ത കുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടതിനാലും കുട്ടിമണിക്ക് ഈ കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കുട്ടിമണിക്ക് ജാമ്യം ലഭിക്കുന്നു. ജാമ്യം കിട്ടിയതിന്റെ പേരിൽ വയലോരം വീട്ടിൽ വഴക്കുണ്ടാകുന്നു. വാക്കേറ്റത്തിനിടെ ശാരദ തിരികെ എത്തുന്നു. മക്കളുടെ തമ്മിൽ തല്ല് കാണാനാകാതെ തിരികെ പോകുന്ന ശാരദയെ കണ്ട് കുട്ടിമണി തളർന്നു വീഴുന്നു. ഇത് കണ്ട ശാരദ തിരികെ വരുന്നു. കുട്ടിമണിക്ക് ജാമ്യം കിട്ടിയതിൽ ജലജയ്ക്ക് കടുത്ത അമർഷം. തുടർന്ന് കാണുക. കോടതി കുട്ടിമണിയെ ജാമ്യത്തിൽ വിടുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ലമ്മേ. നിന്റെയൊക്കെ എന്തു പ്രതീക്ഷയാടി ഒടുക്കം സത്യമായിട്ട് വന്നിട്ടുള്ളത്? കുട്ടിമണിയെ കൊല്ലാനെന്നും പറഞ്ഞ് നീ ഒരുത്തെ കെട്ടി എഴുന്നള്ളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു റീത്ത ഒടുക്കൻ 2 കണ്ണും പോയി, അവൾ ആശുപത്രിയിലും. രവിക്ക് സന്തോഷം തോന്നുന്നുണ്ടാവും പെങ്ങളുടെ വീരകൃത്യങ്ങൾ കേട്ടിട്ട്. ഇല്ലമ്മേ, ആ നാശം പിടിച്ചോളൂ തിരിച്ചു വന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ അമ്മ തിരിച്ചു വന്നതിൽ രവിക്ക് വലിയ സന്തോഷമുണ്ടല്ലേ? ഉള്ളത് പറയാലോ, എനിക്കതിൽ ഒട്ടും സന്തോഷമില്ലമ്മേ. ഒരു കാലക്കേട് തിരിച്ചു വന്നതുപോലെ എനിക്ക് തോന്നുന്നത്. വീട്ടിലെ സമാധാനം വീണ്ടും ഇല്ലാതാവാൻ പോകുന്നത് പോലെ. എന്നെ സന്തോഷിപ്പിക്കാൻ വെറുതെ ഓരോന്ന് പറയല്ലേ രവി. എന്തായാലും കൃത്യസമയത്ത് തന്നെ മകൾക്ക് ഗർഭശുശ്രൂഷ കൊടുക്കാൻ അമ്മ എത്തിയല്ലോ. സമാധാനത്തോടെ ഒരാൾ പോലും വയലോരം വീട്ടിൽ ഉറങ്ങരുത്. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അമ്മേ, ഞങ്ങള് വാഗ്ദാനങ്ങൾ വേണ്ട. അമിതമായ ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും വേണ്ട. തോൽവി മുന്നിൽ കണ്ട് കളിക്കാൻ ഇറങ്ങിയവരെ ജയിച്ചിട്ടുള്ളൂ. ഓരോ വളവിനപ്പുറം ഒരപകടം പതിയിരിപ്പുണ്ട് എന്ന് കരുതി മുന്നോട്ടു പോയവർ മാത്രമേ സുരക്ഷിതമായ ലക്ഷ്യത്തിലെത്തിയിട്ടുള്ളൂ. ഒരു നിമിഷത്തെ പാളിച്ചയാ എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത്. അതുകൊണ്ട് ഇനി പാളരുത്, പിഴയ്ക്കരുത്. നീ അവനെ പോയൊന്ന് കാണണം, മനസ്സിജനെ. എന്നിട്ട് പറയണം ജയിലിനകത്തും അവന് സമാധാനമായി ഉറങ്ങാൻ പറ്റില്ലെന്ന്. പറയാം. അത് മാത്രമല്ല എനിക്ക് അവനോട് പറയാനുള്ളത്. വാരെ വീട്ട. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മയ്ക്ക് വിഷമാവോ? ഇല്ല, മോൻ ചോദിക്കേ. ചോദിക്കരുതെന്ന് കരുതിയതാ. ചോദിക്കരുതെന്ന് ഇന്ദുവും പറഞ്ഞു. പക്ഷേ ചോദിക്കാതിരിക്കാനാവുന്നില്ലമ്മേ. എന്താ ബാല? കുട്ടിമണിയാ അച്ഛനെ കിണറ്റി തള്ളിയിട്ടതെന്ന് അമ്മ എന്താ ഞങ്ങളോട് പറയാതിരുന്നത്? നാട്ടുകാരതൊരു പ്രശ്നമാക്കിയപ്പോഴാണ് ഞങ്ങളറിയുന്നത്. അങ്ങനെ വേണമായിരുന്നോ അമ്മേ? ഞങ്ങള് ആൺമക്കളല്ലേ അക്കാര്യം ആദ്യം അറിയേണ്ടിയിരുന്നത്. ബാല, മക്കളെ, അമ്മയുടെ ഒരു മറുപടി മാത്രം മതി എനിക്ക്, എൻ്റെ ഒരു ആശ്വാസത്തിന്. പേടികൊണ്ടായിരുന്നു മക്കളെ. നിങ്ങളാരും കുട്ടിമണിയെ പിടിച്ച് പോലീസിന് കൊടുക്കുന്നുള്ള ഭയമല്ല, നിങ്ങൾക്ക് അവളോടുള്ള ഇഷ്ടം കുറയുമെന്നുള്ള ഭയം. ഇനി ഇതേപ്പറ്റി ആരും ഒന്നും പറയരുത്, അവളോട് ചോദിക്കരുത്. എന്റെ നെറുകയിലെ സിന്ദൂരം അറിയാതെയാണെങ്കിലും അവളും വായിച്ചത് ഞാൻ ക്ഷമിച്ചില്ലേ? നിങ്ങളും ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റൂ. കാരണം അച്ചുവേട്ടന് കൂടുതൽ ഇഷ്ടം കുട്ടിമണിയായിരുന്നു.
അപ്പോ സീന് മൊത്തത്തിൽ ശോകാണല്ലേ ബായ്. നോക്കിയും കണ്ട് ഇറങ്ങി കളിച്ചില്ലെങ്കിൽ സീന് കോൺട്രയാവും. എൻ്റെ കുട്ടിമണി ഓർത്ത എനിക്ക് സങ്കടം മുഴുവൻ. ഞാൻ അടുത്തില്ലാത്തതാ. എന്ത് സംഭവിക്കാം? ആർക്കും അവളോട് പകവീട്ടാം. ഭായി, ഞാൻ ഇനി പുറത്തിറങ്ങൂ എനിക്കറിയത്തില്ല. എന്റെ കുട്ടുവിനെ ഇനി കാണാൻ പറ്റുമോ അതും അറിയത്തില്ല. ഹാ, നിങ്ങളങ്ങനെ സീന് മൊത്തത്തിൽ ഡാർക്ക് ആക്കാതെ ബായ്. ജയിലിലങ്ങനെ ആയുഷ്കാലം നമ്മളെ കിടത്തത്തൊന്നുമില്ല. പണ്ടത്തെ പോലെയാണോ ഇപ്പൊ? സർക്കാരിന് എക്സ്പെൻസ് കൂടുതലല്ലേ? ഞാനിത് 18ാമത്തെ തവണയാ ജയിലിൽ കിടക്കുന്നത്. എല്ലാം മോഷണാണ്. ഞാൻ പറഞ്ഞില്ലേ ബായ്, എന്റെ സീനെന്ന് വെച്ചാ ഞാൻ നല്ല ഒന്നാം തരൊരു കള്ളനാ. പാവപ്പെട്ടവന്റെ ഒന്നും മോഷ്ടിക്കത്തില്ല, പണക്കാരന്റെ എന്തും മോഷ്ടിക്കും. ചിലർക്ക് ദൈവം ഒരുപാട് വാരിക്കോരി കൊടുക്കുന്നു, നമുക്കൊന്നും തന്നിട്ടുമില്ല. നമുക്ക് തന്നത് മോഷ്ടിക്കാനുള്ള കഴിവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് നമ്മളായിട്ട് തന്നെ മോഷ്ടിക്കണം. അതത്ര നല്ല ആശയമാണോ? ഞാൻ പറഞ്ഞ സീൻ സത്യമുള്ള സീനബായി. ഒരു ഉദാഹരണം ഞാൻ പറയാം. 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കാൻ ദൈവം പറഞ്ഞു. 2 കാറുള്ള ഏതെങ്കിലും പണക്കാരൻ 1 ഇല്ലാത്തവന് കൊടുക്കുവോ? ഒരുപാട് ഉടുപ്പുള്ളവൻ 1 ആർക്കെങ്കിലും കൊടുക്കുവോ? ഇല്ല. പക്ഷെ രോഗവും ദുരിതമൊക്കെ ആർക്കെങ്കിലും കൊടുക്കാമെന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാരും ക്യൂ നിന്ന് അന്യരെ സഹായിച്ചേനെ. എനിക്ക് പ്രഷറും ഷുഗറും ഉണ്ട്, ഷുഗർ നീ എടുത്തോടാ ഉവേ എന്നൊക്കെ പറഞ്ഞേനെ. അതാണ് ബായി നമ്മുടെ നാടിന്റെ സീൻ. പിച്ചളയ്ക്ക് വീട്ടിലാരൊക്കെ ഉണ്ട്? ശരിക്കും വീട് എവിടെന്നാ പറഞ്ഞേ? നമ്മുടെ വീടിരിക്കുന്ന സീനെന്ന് പറഞ്ഞാ അങ്ങ് കുമിളിക്കും താഴെയാ ബായി. ലോവർ ക്യാമ്പിനും താഴെ സുർലി എന്ന് പറയും. വെള്ളമുന്തിരി തോട്ടങ്ങളുള്ള സ്ഥലം. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ബായി ഒരു ദിവസം ബായിന്റെ പെണ്ണിനെയും കൂട്ടി അവിടെ ഒന്ന് വരണം. കാണാൻ മനോഹരമായ സ്ഥലമാണ് ബായി. സീൻ സൂപ്പർ ലവ് ആയിരിക്കും. എന്റെ അമ്മ എന്റെ കൊച്ചിലേ മരിച്ചുപോയി. അപ്പം സേലത്തെങ്ങാണ്ട് പോയി ഒരു തമിഴത്തെ കെട്ടി അങ്ങ് കൂടി. പിച്ചള കല്യാണമൊന്നും കഴിച്ചില്ലേ? കല്യാണം കഴിക്കണമെന്നും ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നതാ. ഒരു ഉഗ്രൻ പ്രേമം ഉണ്ടായിരുന്നു. എന്നിട്ട് അതൊരു കഥയാ ബായി. ഓർത്തിട്ട് തന്നെ എനിക്ക് ചിരി വന്നിട്ട് വയ്യ. പറ പിച്ചളെ, നല്ല രസമുള്ള കഥയാണെങ്കിൽ കേൾക്കാലോ. ഒന്നാമതെ മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. ഭയങ്കര രസമുള്ള കഥയാ. സീൻ ഭയങ്കര കോമഡിയാ ബായി. എനിക്കൊരു മുടിഞ്ഞ പ്രേമം ഉണ്ടായിരുന്നു. ഞാൻ ചത്ത എന്റെ കൂടെ ചാവുന്ന് പറഞ്ഞൊരു പെണ്ണ്. പേര് സത്യവതി. എന്നാ പിന്നെ അവളെ അങ്ങ് കെട്ടാന്ന് ഞാനും കരുതി ബായി. അവൾക്ക് വേണ്ടിയിട്ടാ ഞാൻ കൂടുതൽ മോഷണം നടത്തിയിട്ടുള്ളൂ. എന്തെല്ലാം സാധനങ്ങൾ മേടിച്ചു കൊടുത്തു. പട്ടണത്തിലെ കോളേജിൽ വിട്ട് പഠിപ്പിച്ചു. എന്നിട്ട് ബാക്കി സീന് കേക്കുമായി. അവളുടെ കഴിഞ്ഞ പിറന്നാളിന് അവൾക്കൊരു മൊബൈല് സമ്മാനമായി വേണമെന്ന് എന്നോട് പറഞ്ഞു. അന്ന് രാത്രി തന്നെ സിറ്റിയിലെ ഏറ്റവും നല്ലൊരു മൊബൈൽ കടയിൽ കയറി നല്ലൊരു മൊബൈല് ഞാൻ മോഷ്ടിച്ചു. പിറ്റേന്ന് അവൾക്ക് കൊടുത്തു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ സംഭവിച്ചതാ രസം. ആ ഫോണിൽ അവള് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എടുത്തു. വാട്സപ്പിലൂടെ പരിചയപ്പെട്ട സത്യസന്ധനായ ഒരുത്തനുമായി കടുത്ത പ്രേമത്തിലുമായി. 4 മാസം മുമ്പായിരുന്നു കല്യാണം. പക്ഷെ ഇപ്പം 6 മാസം പ്രഗ്നന്റാ. എനിക്ക് ചിരിക്കാൻ വയ്യ. ഇതിപ്പോ ഏത് കേസിനാ പിച്ചള അകത്തായത്? ഇതൊരു അമ്പല സീനായി. സാധാരണ ഓട്ടുപാത്രങ്ങളും പിച്ചള സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നതിനെ കൊണ്ടാ നമുക്ക് പിച്ചളാന്ന് പേര് കിട്ടിയത്. ഒറിജിനൽ പേര് വെട്രിവേലെന്ന. ബായ് പിച്ചളാന്ന് വിളിച്ചാ മതി, അതാ സുഖം. പിന്നെ കേസ് ഒരു ചെറിയ അമ്പലമണ്ടാരം ഞാൻ അങ്ങ് പൊക്കി ബായ്. ലോകം മുഴുവൻ സൃഷ്ടിച്ച ഭഗവാൻ എന്തിനാ കാശ്? പക്ഷെ സീൻ സീരിയസ് ആയി കേട്ടോ. തുട്ടെണ്ണി തീരും മുമ്പേ എന്നെ പൊക്കി ബായ്.
പിച്ചളയ്ക്ക് വിഷമമൊന്നുമില്ലേ കാമുകി ചതിച്ചതില്? എന്തിന്? ഓരോ തെറ്റിന് പിന്നിലും ഒരു ശരിയുണ്ട് ബായ്. അത് ചെയ്യുന്നവന്റെ ശരി, അവന്റെ നിലനിൽപ്പ്. എന്നെ വിട്ടിട്ട് പോയതുകൊണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ ബായ്. അല്ലെങ്കിൽ സാധാരണ പെണ്ണുങ്ങള് ഭർത്താവ് പുറത്താന്ന് ഗമയില് പറയുമ്പം എന്റെ ഭാര്യ ചേട്ടൻ അകത്താന്ന് പറയേണ്ടി വരത്തില്ലായിരുന്നു. ഒരു കൊച്ചു സീനല്ല ബായ് ഈ ജീവിതം എന്ന് പറയുന്നത്. റിഹേഴ്സൽ ഇല്ല, രണ്ടാമതൊരു ചാൻസും ഇല്ല. ഇവിടെ നമ്മൾ ആരോട് പിണങ്ങാനാ ബായ്? ആരോട് മുഖം വീർപ്പിക്കാനാ? എനിക്ക് സത്യവതിയോട് ഒരു പിണക്കുമില്ല. അവള് നന്നായി ജീവിക്കണമെന്നേ ഉള്ളൂ. എന്നതാടാ അവിടെ രണ്ടും കൂടെ ഒരു ഗൂഢാലോചന? ഇവിടുന്ന് എങ്ങനെ മതിലാടി രക്ഷപ്പെടാന്നാണോ? അല്ല സാറേ, ഞങ്ങള് സീരിയസ് ആയിട്ട് വേറൊരു സീന് പറയായിരുന്നു. എന്തോന്ന് സീന്? നമ്മളിപ്പോ ജയിലിൽ നിന്ന് ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കി പുറത്ത് വിൽക്കുന്നില്ലേ? ഉണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് നാടൻ ബോംബ് ഉണ്ടാക്കി പുറത്ത് വിറ്റാലെന്താ? ചപ്പാത്തിയൊക്കെ നന്നായിട്ട് ബോംബ് ഉണ്ടാക്കാൻ അറിയുന്നവരെല്ലാം അകത്തല്ലയോ? എലക്ഷൻ കാലത്തൊക്കെ നല്ല ചെലവായിരിക്കും. ദേ ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ, ഒരു ഐഡിയക്കാരൻ. അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. ഡാ, നിന്റെ പേരെന്നതാടാ? വജനസിയ? അല്ല, മനസ്സി പതനിസ. സാറേ, ഇത് മനസിജൻ. ആ, എന്തു കുന്തോങ്കിലാവട്ടെ. നിനക്കൊരു വിസിറ്റർ ഉണ്ട്, വാ. ചെല്ലു മനസിജ. വിസിറ്റേഴ്സ് വരാനും വേണമൊരു യോഗം. ആരാ? ഇത് ഞാനാടാ. പിന്നെ എന്തൊക്കെയുണ്ട് മനസ്സിജ വിശേഷം? പുതിയ വീട്ടിലെ താമസമൊക്കെ എങ്ങനെയുണ്ട്? മതി. പേര് വിളിക്കുന്നോടാ നന്ദി കെട്ടവൻ. എന്റെ അമ്മയെ പാതി ജീവനാക്കാൻ പൊട്ടിക്ക് കൂട്ടുനിന്നവനല്ലേ നീ? പൊട്ടിയെ രക്ഷിക്കാൻ സ്വയം കുറ്റമേറ്റെടുത്ത് മഹാത്യാഗിയായ ഭർത്താവായി മാറിയവനല്ലേ നീ? പൊട്ടിക്ക് വീട്ടില് വിശ്രമം, നിനക്ക് ജയിലില് സുഖവാസം അല്ലടാ? മതി മതി, അന്ന് സംഭവിച്ചൊരു അബദ്ധമാ, വെറും അബദ്ധമാ. മതി. അറിഞ്ഞുകൊണ്ട് മതിയുടെ അമ്മയെ ഉപദ്രവിച്ചതല്ല. ശരിയാടാ, ഞാൻ വിശ്വസിക്കാം. എന്റെ അമ്മയുടെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് 5 ലക്ഷം രൂപയും കൊണ്ട് കടന്നു കളഞ്ഞ കള്ളനല്ലേ നീ? മതി, ഞാൻ കാശൊന്നും എടുത്തിട്ടില്ല, സത്യം. മതിയെങ്കിലും എന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ വിശ്വസിക്കാനോ? നിന്നെ വിശ്വസിക്കാൻ നീ എന്റെ ആരാടാ? പറയടാ. എന്താണ് ഞാനും നിന്നെ പോലൊരു വൃത്തികെട്ടവനും തമ്മിലുള്ള ബന്ധം? നിന്നെ ഞാൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. ആ എന്നെയാ നീ ചതിച്ചത്. അതും 8ഉം പൊട്ടും തിരിയാത്ത ഒരു പൊട്ടിപ്പെണ്ണിനു വേണ്ടി. ഓരോ സാഹചര്യങ്ങൾ എന്നെ മാറ്റുകയായിരുന്നു. എന്നെയും. എന്റെ കയ്യിൽ നിന്ന് ദയയുടെ ഒരു കണിക പോലും നീ പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഇപ്പോഴും നിന്റെ മുമ്പിൽ ഒരു ചാൻസ് ഉണ്ട്. എന്താ മതി? നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം, നിന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് നീ ചെയ്യേണ്ടി വരും. പണ്ട് പറഞ്ഞത് തന്നെ, നിന്റെ കുട്ടിമണിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നീ ഇല്ലാതാക്കണം. അവളെ ഉപേക്ഷിക്കണം. ഈ നാട് വിട്ടു പോണം. മതി, എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചങ്ക് പറിച്ചു തരണമല്ലേ? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. മതി. ഓ, നീ വീണ്ടും അത് തന്നെ പറയുവല്ലേടാ? നിന്റെ ഭാഗത്ത് ഒരു തെറ്റും കള്ളത്തരവും ഇല്ല. നീ ഭയങ്കര മാന്യനാന്ന് അല്ലേടാ? അപ്പോ അവിടെ എല്ലാരും നേരിൽ കണ്ട സത്യമോ? മതി, സത്യത്തിന് 3 മുഖമുണ്ടെന്ന്. ഒന്ന് നമ്മൾ പറഞ്ഞു കേൾപ്പിക്കുന്ന മുഖം,
2, മറ്റുള്ളവർ നമ്മളെ കാണിച്ചു തരുന്ന മുഖം. 3, യഥാർത്ഥ മുഖം. ഏതൊരു സത്യത്തിൻ്റെ കാര്യത്തിലും എല്ലാവരും അവസാനം കാണുന്നത് അതിൻ്റെ യഥാർത്ഥ മുഖമാണ്. അതുകൊണ്ട് യഥാർത്ഥ മുഖം പുറത്തു വരിക തന്നെ ചെയ്യും മതി. കൈപ്പടം കൊണ്ട് സൂര്യനെ മറയ്ക്കാൻ നോക്കുന്നത് പോലെയാണ് സത്യത്തെ മറച്ചു പിടിക്കാൻ നോക്കുന്നത്. എത്ര ശ്രമിച്ചാലും വിരലുകൾക്കിടയിലൂടെ സത്യത്തിന്റെ സൂര്യ വെളിച്ചം മണ്ണിലെത്തുക തന്നെ ചെയ്യും. നിർത്തടാ. അകത്തായിട്ട് നിന്റെ നാക്കിന്റെ ബലത്തിന് ഒരു കുറവും വന്നിട്ടില്ല അല്ലേ? ഉള്ളത് പറയുമ്പോൾ ഉറപ്പിച്ച് പറയണമെന്നാ മതി. തല്ലുവെന്ന് പറഞ്ഞാൽ തറപ്പിച്ച് പറയണമെന്ന്, എങ്കിലേ ഏശത്തുള്ളൂ. ബാക്കി കൂടി പറയാൻ മതി. കുട്ടിമണിയെ സ്നേഹിച്ചതിന്റെ പേരിലാണ് മതിയുടെ ഈ ശിക്ഷയെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്റെ കുഞ്ഞിന്റെ അമ്മയാ അവള്. അവൾക്ക് വേണ്ടി ജയിലിൽ കിടക്കാൻ മാത്രമല്ല, തൂക്കുകയറിൽ കഴുത്തു വയ്ക്കാനും ഞാൻ തയ്യാറാ. ആഹാ, ഇങ്ങനെ വേണം ഭർത്താവായ. നീ അവക്ക് വേണ്ടി അകത്ത് കിടന്നോടാ. പക്ഷെ നിനക്കുള്ള വധശിക്ഷ പുറത്താ. മതി. അതേടാ, നിന്റെ പൊട്ടിയെ ഞാൻ പുറത്തു വെച്ച് തൂക്കും. അവളും അവളുടെ വയറ്റിൽ വളരുന്ന നിന്റെ കുഞ്ഞും ശ്വാസം കിട്ടാതെ ചാവും. നീ നോക്കിക്കോ. 14 ദിവസമല്ലേ നിന്റെ റിമാൻഡ് കാലാവധി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് തന്നെ ഒരു ദിവസം നീ പുറത്തു വരേണ്ടി വരും. ജയിലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നല്ല ചുവപ്പ് നിറത്തിലുള്ള ഒരു കോടിത്തുണി കൂടി വാങ്ങിച്ചോണം, നിന്റെ പൊട്ടിയെ പുതപ്പിക്കാൻ. മതി പ്ലീസ്. കുട്ടിമണി ഒന്നും ചെയ്യരുത്. വേണമെങ്കിൽ എന്റെ ജീവനെടുത്തോ. തൽക്കാലം നിന്റെ ജീവൻ എനിക്ക് വേണ്ട. പലതും കാണാനും കേൾക്കാനുമായിട്ട് നീ മിച്ചം വേണം. മതി മതി, കുട്ടിമണി ഒന്നും ചെയ്യരുത്. നീ പോടാ. എന്തായാലും നീ ഭാഗ്യവാനാ. സ്വന്തം ഭാര്യയുടെ മരണത്തിന് ക്ഷണം കിട്ടുന്ന ലോകത്തിലെ ആദ്യത്തെ ഭർത്താവാ നീ. മാഡം, ടൈം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉം. എന്താ പിന്നെ പോട്ടേടാ. നീ ഇവിടെ നിനക്ക് ഒരിക്കലും പിറക്കാത്ത കുഞ്ഞിനെ സ്വപ്നം കണ്ട് കിടക്ക്. മതി മതി. ഈ മതികല പറഞ്ഞ പോലെ ചെയ്യൂലേ? ചെയ്യും. അപ്പൊ പിന്നെ സീൻ ഡാർക്ക് ആണല്ലോ ബായ്. ഇതിപ്പോ ബായ് ജാമ്യത്തിൽ ഇറങ്ങിയാലും സീന് സസ്പെൻസ് ആണ് കേട്ടോ. ജാമ്യത്തിലിറങ്ങി രായ്ക്ക് രാമാനം ബായിന്റെ പെണ്ണിനെയും കൊണ്ട് എങ്ങടെങ്കിലും സ്കൂട്ടാവും. കഥയ്ക്കും കളിക്കും നല്ലൊരു ഇന്റർവെല്ല് പിടയ്ക്കാന്ന്. ജാമ്യത്തിലിറങ്ങി മുങ്ങുന്നതിനെ കൊണ്ട് കുറച്ച് സൂക്ഷിക്കണം. ഏതെങ്കിലും നാട്ടിൽ പോയി വേറെ വല്ല കള്ളപ്പേരിൽ ജീവിച്ചാ മതിയെന്ന്. കള്ളപ്പേരിനാണോ പഞ്ഞം? അതല്ല ബായി പ്രശ്നം. പിന്നെ ക്യാഷിന്റെ കാര്യമാണോ? സീന് ബോറാക്കല്ലേ ബായി. ഇത്രയും അമ്പലവും പള്ളിയൊക്കെ ഉള്ള നാട്ടില് നമ്മക്ക് കാശിന് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിച്ചാലുടൻ ദൈവം നമ്മളെ പണക്കാരനൊന്നും ആക്കത്തില്ലല്ലോ. ഛേ, പ്രാർത്ഥിച്ചൊന്നും സമയം കളയരുത് ബായി. ഒരു ചെറിയ ഭണ്ഡാരോ ഒരു നേർച്ചപ്പെട്ടിയോ എടുത്തോണ്ട് പോന്നേക്കണം. കുട്ടിമണിയെ മതി എന്തെങ്കിലും ചെയ്യുമെന്നാ. രണ്ടുപേരും ഒരു വീട്ടിലാണല്ലേ? അതെ. സൂക്ഷിക്കണം ബായ്. ഇവിടെ നേരിട്ട് വന്ന് ബായോട് ഇത്രയും പറഞ്ഞെങ്കില് എന്തോ കരുതി കൂട്ടി തന്നെയാ അവള് വന്നത്. സീൻ കുറച്ച് കോൺട്രയാ. എങ്ങനെങ്കിലും 2 ആഴ്ച ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. 14 ദിവസം കഴിഞ്ഞാലും ജാമ്യം കിട്ടണമെന്നൊന്നും ഇല്ല ബായി. 90 ദിവസമാ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയം. അതുവരെ നമ്മളെ ഇതിന്റെ അകത്ത് ഇടാം. അല്ല, 10-18 കേസായപ്പം എനിക്കൊരു ജഡ്ജിന്റെ ബുദ്ധിയായി പോയേ, അതുകൊണ്ട് പറഞ്ഞതാ. പിച്ചള പറഞ്ഞതുപോലെ നാട് വിടുന്നത് തന്നെ നല്ലത്. കുട്ടിമണിയും കൊണ്ട് സുരക്ഷിതമായൊരിടത്തേക്ക് പോവുക. മതികല ഒരിക്കലും തേടി വരാത്തൊരിടം. അവിടെ ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളുടെ കുഞ്ഞിനെ വളർത്തണം.
എനിക്ക് കൂടി ജാമ്യം കിട്ടാൻ പ്രാർത്ഥിക്ക്. ഞാൻ കാണിച്ചു തരാം ഒളിച്ചു താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. പിച്ചളയെ കാണുമ്പോൾ എനിക്കെന്റെ ശിവയെ ഓർമ്മ വരുന്നത്. ശിവയോ? അതാരാ? ശിവ ആരാണെന്ന് ചോദിച്ചാ എന്റെ കൂടപ്പിറപ്പെന്നോ കൂട്ടുകാരെന്നൊക്കെ പറയാം. അവന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നോടാ. എനിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അപ്പൊ ആ കൂട്ടത്തില് എന്നെയും കൂടി കൂട്ടിക്കോ. കൂട്ടുകാരനെന്നും കൂടപ്പിറപ്പെന്നൊക്കെ പറയാൻ എനിക്കും വേറെ ആരുമില്ലടോ. തീർച്ചയായും. ഞാൻ ആരുമില്ലാത്തവന്, ശിവയും ആരുമില്ലാത്തവന്. ഇപ്പൊ ഭായിയും. നമുക്കൊന്നിച്ച് നിൽക്കാം. എന്റെ പൊന്നു കുട്ടിമണി വന്ന് ഭക്ഷണം കഴിക്കേ. എനിക്ക് വേണ്ട. അമ്മയുടെ പൊന്നല്ലേ വന്ന്. എനിക്ക് വേണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മനുഷ്യനെ കാണണമെന്ന്. മനസ്സിന് ജയിലിലല്ലേ മോളെ? ജയിലല്ല, തത്തക്കൂട് കേട്ടോ. അത് തന്നെ, തത്തക്കൂട്. അവനെ അവിടെ ചെന്ന് എളുപ്പത്തിൽ കാണാനൊന്നും പറ്റത്തില്ല. എനിക്കൊന്നും കേക്കണ്ട, എനിക്ക് കാണാനും. എന്റെ പൊന്നു കുട്ടിമണി, കാണാനുള്ള വഴി നമുക്ക് നോക്കാം. ഇപ്പൊ വന്ന് നീ എന്തെങ്കിലും ഒന്ന് കഴിക്കേ. പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തില്ല. ഇന്ദു, ഞാൻ പോവാം. എന്റെ പൊന്നു മോളെ, നീ വന്ന് ഭക്ഷണം കഴിക്കും മോളെ. എന്താ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്റെ ബാല, കുട്ടിമണി നമ്മളോട് പിണങ്ങി അവളുടെ അച്ഛന്റെ അടുത്ത് വന്ന് നിൽക്കുക. പിണങ്ങിയെന്നോ? എന്തിന്? അവക്ക് മനസ്സജനെ ഇപ്പൊ കാണണോന്ന്. ഇന്നലെ രാത്രി മൊത്തം അവള് മനസ്സജനെ സ്വപ്നം കണ്ടെന്ന്. എനിക്ക് മാത്രല്ല, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു എനിക്ക് മനുഷ്യനെ കാണണം. ഇന്നലെ രാത്രി മുഴുവൻ അവള് ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു, അച്ഛ വന്നില്ലേ അച്ഛ വന്നില്ലേ എന്നറിയാമോ. ഒരു ദിവസം മനസ്സജനെ കാണിക്കാൻ കുട്ടിമണി ഒന്ന് കൊണ്ടുപോകണം ബാല. ഈ അവസ്ഥയിൽ കുട്ടിമണിയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. പിന്നെ എനിക്കൊന്ന് കാണണം മനസ്സജനെ. കൊണ്ടുപോവാമേ. ആ കേട്ടില്ലേ, വല്യേട്ടൻ മനസ്സജന്റെ അടുത്ത് കൊണ്ടുപോവാന്ന്. എന്നാ മറ്റന്നാള്. അതൊന്നും വേണ്ട, എന്നെ മിന്നാന്ന് കൊണ്ടുപോയാൽ മതി. കൊണ്ടുപോകാം. സത്യമായിട്ടും കൊണ്ടുപോവോ? സത്യമായിട്ടും കൊണ്ടുപോവാം. സത്യമായിട്ടും നേരായിട്ടും കൊണ്ടുപോവോ? സത്യമായിട്ടും നേരായിട്ടും കൊണ്ടുപോവാം. കേട്ടില്ലേ, ഇനി വന്ന് ഭക്ഷണം കഴിക്കും. വേണ്ട. ഇവളോട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ ബാല. ഇന്ന് മൊത്തം പട്ടിണി സമരത്തില. ഒരു ജീവൻ കൂടി ഇവളുടെ ഉള്ളിലുള്ളതല്ലേ. അയ്യോ, കുട്ടിമണി ഒന്ന് ഭക്ഷണം കഴിച്ചേ. ഇല്ലെങ്കിലേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമണിക്കും വിശക്കും. പിന്നെ വിശക്കില്ലേ? ആണോ? എങ്കിൽ കുഞ്ഞുമണിക്ക് വേണ്ടിട്ട് ഞാൻ കഴിച്ച, അല്ലാതെ എനിക്ക് വേണ്ടിട്ടൊന്നുമല്ല. ഓ, അങ്ങനെയെങ്കിലും കഴിച്ചാ മതിയേ. പോട്ടെ അമ്മേ. വാ മോളെ. അച്ഛേ, ഞാനേ പോയി കഴിച്ചിട്ട് വരാവേ. അല്ലെങ്കിലേ എന്റെ കുഞ്ഞുമണിക്കേ വിശക്കും. അതെ കുഞ്ഞുമണിയെ, നമ്മളെ സമരം നിർത്തി. നമുക്ക് വിനിഞ്ഞാന്നേ മനുഷ്യനെ കാണാൻ പോവാട്ടാ. എന്നാന്നോ നിൽക്കുവാ. എന്റെ കുഞ്ഞുമണിക്ക് വിശക്കുന്ന ആരൊക്കെ മറന്നുപോയോ? ഓ ഇത്രയും നേരം കഴിച്ചോ കഴിച്ചോന്നും പറഞ്ഞു. വിശക്കാൻ തുടങ്ങിയപ്പോ ഒന്നും തരത്തുമില്ല. എന്നാലും എന്റെ മാഡം, ആ പെണ്ണിന് ജാമ്യം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. പെണ്ണിന് ജാമ്യം കിട്ടാതിരിക്കാൻ ഭഗവതിക്കൊരു നിറമാല, പുണ്യാളനെ 10 കൂട് മെഴുകുതിരി. ഒടുവിൽ എന്തായി? പെണ്ണിന് ജാമ്യം കിട്ടി. പുണ്യാളനും ഭഗവതിയും നമ്മളെ പറ്റിക്കുകയും ചെയ്തു. ഒറ്റ നോട്ടത്തില് ദൈവം ചെയ്തത് കുട്ടിമണിക്കൊരു സഹായം. പക്ഷെ അവള് വീണ്ടും വന്നത് എന്റെ കാൽച്ചോട്ടിലേക്ക് തന്നെ അല്ലേ? അമൃതം ജയിലിലായില്ലേ, അതും പെണ്ണിന്റെ ഈ അവസ്ഥയില്. പെണ്ണിന്റെ കാല് തടവാനും വയറ് തടവാനും ഒക്കെ കെട്ടിയോൻ അടുത്തുണ്ടാവേണ്ട ഈ അവസ്ഥയില് അവളുടെ കാല് തടവി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുരുപ്പ് എങ്ങനെയെങ്കിലും ഇല്ലാതാവണോന്നാ എന്റെ ആഗ്രഹം.
ആഗ്രഹമല്ല, എന്റെ വാശി. ആ നശിച്ച വിത്ത് ഇല്ലാതായേ പറ്റൂ. അതിന് നമ്മളെ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കണ്ട. നമ്മള് എന്തും ചെയ്യും. യശോദയുടെ തടവറയ്ക്ക് കാവൽ കണ്ണുമായി നിന്ന കംസന്റെ മനസ്സാ എനിക്കിപ്പോ. കുട്ടിമണി പ്രസവിക്കുന്ന കുഞ്ഞ് എന്റെ സർവനാശത്തിനുള്ളതായിരിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അയ്യോ മാഡം, അയ്യോ പൊത്തൊന്നുമില്ല. ആ കുഞ്ഞ് ജനിക്കരുത്. അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ അത് തീരണം. അതിന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മാഡം? നമ്മളെ കൊണ്ടല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ല, എന്നെ കൊണ്ടോ? നിങ്ങൾ എന്തിനാ പെണ്ണുപിള്ളേ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ഞെട്ടുന്നത്? അത് പിന്നെ നിങ്ങളോട് വനത്തിൽ പോയി പുലിയെ പിടിച്ചോണ്ട് വരാനൊന്നും അല്ലല്ലോ പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ആ പെണ്ണിനെതിരെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ? അല്ല മാഡം, എല്ലാവരുടെയും കണ്ണ് ആ പെണ്ണിന്റെ മേലെയാ. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും. ആ, അതുകൊണ്ടാ ഞാൻ നിങ്ങളെ തന്നെ ഈ കാര്യം ഏൽപ്പിക്കുന്നത്. എനിക്ക് നേരിട്ട് ഒരു കാര്യവും ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ 100 കണ്ണുകളാ ആ പെണ്ണിന്റെ നേരെ. സംരക്ഷിക്കാനും ഒരു പോറൽ പോലും ഏൽക്കാതെ പൊതിഞ്ഞു പിടിക്കാനും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇക്കാര്യം നിങ്ങൾ തന്നെ ചെയ്യണമെന്ന്. അയ്യോ മാഡം, ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. അയ്യോ നിങ്ങള് ഞാൻ പറയുന്നത് അനുസരിക്കാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. ഞാൻ അനുസരിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്തോളാം. ഞാൻ നിങ്ങളുടെ ഒരു മരുന്ന് തരാം. മരുന്നെന്ന് പറഞ്ഞ നല്ല ഒന്നാന്തരം പോയിസൺ. പോയിസൺ, വിഷം. ഓ, വിഷമോ? അത് വല്ല ഭക്ഷണത്തിലും കലർത്തി കൊടുത്താ മതി. തിന്ന് പണ്ടാരോടങ്ങി പൊയ്ക്കോളൂ. എന്നതാ കലമണ? ആർക്ക് വിഷമിക്കുന്ന കാര്യം? ഓ, വക്കീലെടുത്തേക്ക് ബാലേട്ടന്റെ രോഗമുണ്ടോ? ഈ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് മറിഞ്ഞു നിന്ന് കേൾക്കുന്ന സ്വഭാവം. ആവശ്യമില്ലാത്തത് പറയല്ലേ കലേ. ഇവിടെ ഒരു വലിയ ഗൂഢാലോചന കണ്ടു. അതെന്താണെന്നൊന്ന് ചോദിച്ചു പോയി. ഞങ്ങളിവിടെ എലിക്ക് വിഷം വെക്കുന്ന കാര്യോ പറഞ്ഞത്. എന്തൊരു ശല്യമാ. ഓ, അല്ല, എലിയുടെ കാര്യം ചോദിച്ചതിനാണോ കലമോൾ ആദ്യം ഒരുപാടങ്ങ് ഇമോഷണൽ ആയത്? ശീലാവതി ചേച്ചിയാണോ എലി നശീകരണത്തിന്റെ കമാൻഡർ? ആ, നടക്കട്ടെ. ഇവളുടെ മേലൊരു നോട്ടം വേണം എപ്പോഴും. 1000 കണ്ണ മുതു കാണിക്കും. ഞാൻ ഏറ്റു മാഡം. എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ ഈ വക്കീൽ പിശാചിന്. അപ്പോ എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ തരുന്ന മരുന്ന് അവളെ കഴിപ്പിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാ. ഞാൻ ഏറ്റു മാഡം. ശരി, വയ്ക്കോ. എത്ര സമയമായി ഞാന് വിദേശം വരെ. കുട്ടിമണി ഇവിടെ വന്ന് നിപ്പുണ്ടായിരുന്നോ? ഞാനേ കുട്ടിമണിയെ തേടി വന്നതാ. ഓ, പുത്തമലി ഈ ചെരുപ്പൊന്നിട്ട് തന്നെ. കുട്ടിമണി തന്നെ താൻ ചെരുപ്പിടത്തില്ലേ? ഇല്ല, എനിക്ക് കുഞ്ഞാനൊന്നും പറ്റത്തില്ല. അത് ശരി. അപ്പൊ സ്പീക്കറുടെ അസുഖം കുട്ടിമണിക്കും പിടിച്ചോ? എന്നതാ? ഓ, ഒന്നുമില്ല. കണ്ടോ, കരാറ് നിൽക്കുന്നുണ്ടോ? ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതുപോലും അറിയത്തില്ല. അതൊക്കെ എനിക്ക് അറിയാം. ഞാനതേ ഒരു പാഷനാക്കിയതാ, പാഷൻ. ഓ, പിന്നെ നിന്റെ ഒരു ഫാഷൻ. അതെ, നിന്റെ ഈ നാക്കില്ലായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ പുലി പിടിച്ചോണ്ട് പുലി പുളിക്കും. പിന്നെ പുത്തമല്ലേച്ചി ഒരു പ്രധാന കാര്യം പറയാനാ വന്നത്. എന്നാ പ്രധാന കാര്യവാ? അതൊക്കെയുണ്ട്. പരസ്യമാണോ? പരസ്യമല്ല, രഹസ്യമാ. കുട്ടിമണി ഇനി ആരെന്ത് തന്നാലും വാങ്ങിക്കഴിക്കരുത്. അയ്യോ, എന്താ? അപ്പൊ ഞാൻ എങ്ങനെ തങ്കു പറയും? അതെ, എനിക്ക് ഭക്ഷണം വേണ്ടിട്ടൊന്നുമല്ല, തങ്കൂന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഭക്ഷണമൊക്കെ കിട്ടുമ്പോ അങ്ങ് കഴിച്ചെന്നെ. അല്ലെങ്കിൽ പൂത്തമല്ലേച്ച് പഠിപ്പിച്ചൊക്കെ ഞാൻ വന്നു വന്നില്ലേ? അമ്പടിക്കേ നീ. അപ്പോ ഒരു കാര്യം ചെയ്യും. ആര് ഭക്ഷണം തന്നാലും
കുട്ടിമണി അത് എന്റെ അടുത്ത് കൊണ്ടുവരണം. എന്തിനാ? എന്റെ പാതി മേടിച്ച് തിന്നാനല്ലേ? അയ്യോ അല്ല, എനിക്കൊന്നും വേണ്ട. ഇപ്പോ കുട്ടിമണിയുടെ വയറ്റില് ഒരു കുഞ്ഞു മണിയില്ലേ, ആ അവൾക്കും കൂടി പറ്റുന്ന ഭക്ഷണമാണോ എന്നറിയാനാ. കുട്ടിമണിക്ക് ഭക്ഷണക്കാര്യത്തിൽ ചില ചിട്ടകളൊക്കെ വരുത്തണമെന്ന് പറയായിരുന്നു. മോള് പറഞ്ഞാ മതി, അവള് കേൾക്കും. അമ്മേ, ഞാനൊന്ന് ബാങ്ക് വരെ പോവാ. പിന്നെ എന്റെ 1-2 സീനിയേഴ്സിനെ കാണണം. ഞാൻ പെട്ടെന്ന് വരാം. എന്നാ ശരി, മോള് പോയിട്ട് വാ. കൊണ്ടേക്ക. ഓ, ഞാൻ കിടക്കാൻ പോവാ. ഭയങ്കര ക്ഷീണം. കുഞ്ഞുമണിക്ക് ഉറക്കം വരുന്നുണ്ടാവും, മോള് പോയി കിടന്നുറങ്ങിക്കോ. അതാ ഞാൻ കിടക്കട്ടെ. ഓ, ഈ ചെരുപ്പ് പന്ന ചെരുപ്പാ. നാത്തൂനെ, രാവിലെയും വൈകുന്നേരവും ജുബ്ബ മാറി മാറിയിട്ട് പുറത്തേക്ക് പോകാൻ ഇയാൾ ആര് മന്ത്രിയോ? ഇടാൻ ഒരെണ്ണം, ഉടുക്കാൻ ഒരെണ്ണം, തലയിൽ കെട്ടാൻ വേറൊരെണ്ണം. വയസ്സാം കാലത്ത് ഓരോരോ പത്രാസുകൾ അലക്കി അലക്കി മനുഷ്യന്റെ നടു ഒടിഞ്ഞു. ആരോടാ നാത്തൂനെ സംസാരം? ഞാൻ എന്നോട് തന്നെ പറയുമായിരുന്നു, അല്ലാതെ എന്റെ പ്രശ്നങ്ങൾ ഞാൻ ആരോട് പറയാൻ? വയ്യെങ്കിൽ തുണിയൊക്കെ അലക്കി തരാന്ന് ഞാൻ പറഞ്ഞല്ലേ. ഓ, പിന്നെ ശാരദയ്ക്ക് കുട്ടിയാനയുടെ ശക്തിയാണല്ലോ, നിനക്ക് നേരെ നിൽക്കാൻ ശക്തിയില്ല ശാരദ. പിന്നെ എന്റെ അങ്ങേരുടെയും തുണി അലക്കാൻ പോണത്. ഇതിന് പണി എനിക്കറിയാം. ആഴ്ചയിൽ ഒരു മുണ്ടും ജുബയും ഞാൻ കൊടുക്കും, അത്രേ ഉള്ളൂ. അന്നേരം പഠിച്ചോളൂ. അല്ലെങ്കിൽ അയാൾ തനിയെ അലക്കട്ട്, അല്ലെങ്കിൽ ഞാൻ അയാളെ അലക്കും. അതാ ഇപ്പൊ നടക്കാൻ പോണത്. നാത്തൂന്റെ ഈ പറച്ചിലല്ലേ ഉള്ളൂ. എനിക്കറിഞ്ഞൂടെ നാത്തൂനെ? നാത്തൂൻ ഇതൊക്കെ പറയും. നാളെ രാവിലെ അണ്ണന്റെ മുണ്ടും ജുബയും എടുത്ത് അലക്കിയിടുകയും ചെയ്യും. അണ്ണൻ സിമ്പിളനായിട്ട് നടക്കണമെന്ന് അണ്ണനേക്കാൾ ആഗ്രഹം നാത്തൂന. അതെനിക്കറിയാം. അത് പിന്നെ ഭർത്താവായി പോയില്ലയോ? അയാള് കോലം കെട്ട് നടന്ന എനിക്കല്ലേ നാണക്കേട്. പിന്നെ ഭഗവാന്റെ ഭക്തനല്ലേ, അതുകൊണ്ട് ഭഗവാനെ ഓർത്ത് ഞാൻ അങ്ങ് അലക്കി കൊടുക്കുന്നതാ. ഹരഹരോ ഹരഹര. ഓ, മുടിഞ്ഞ കൈവേദന. ഇതെന്നെയും കൊണ്ടേ പോവത്തുള്ളൂ. വയ്യെങ്കിൽ ഞാൻ പിഴിഞ്ഞിടാം. അവിടെ വെക്ക് നാത്തൂനെ. സുഭദ്രേ, നീ ജുബയിലൊക്കെ വടിപ്പശ മുക്കിയിട്ടുണ്ടല്ലോ. ആ, കൺട്രാക്ട് വന്നല്ലോ. പണിയെടുക്കുന്നുണ്ടോന്നറിയാൻ. അണ്ണൻ എന്താ ചോദിച്ച നാത്തൂനെ? അയ്യോ, വടിപ്പശ അലക്കിയാ മാത്രം പോരാ, വടിപ്പശ മുക്കി ഉണക്കി തേച്ച് വടി പോലെ നിക്കണം. ഞാൻ വടിയാവുമ്പോ നിങ്ങൾ പഠിച്ചോളും. ഞാൻ വേറെ കെട്ടൂടി. ആ, നിങ്ങൾ കെട്ടും, അതെനിക്കറിയാം. നിങ്ങൾ അതാ പുള്ളി. പളനിയിൽ ഇപ്പൊ ആരെങ്കിലും ജുബ്ബ അലക്കുന്നുണ്ടോന്ന് ആർക്കറിയാം? പളനി മുരുകൻ അറിയാം. ആ, ഭഗവാനുണ്ടായിരുന്നു 2 ഭാര്യമാര്. എന്റെ പൊന്നു നാത്തൂനെ, അണ്ണൻ ചുമ്മാ തമാശ പറയുന്നല്ലേ എന്ന് കേൾക്കുന്നവർക്ക് തോന്നും ഇയാള് തമാശയിലൂടെ കാര്യം പറയാൻ മിടുക്കനാ. ശാരദയ്ക്ക് അറിയാമോ, പണ്ട് ഇയാൾ ഇതുപോലെ കുളിച്ച് മിനിങ്ങി തേച്ച് മടക്കി റോഡിലൂടെ ഒരു ലാത്തലുണ്ടായിരുന്നു, കാലത്തും വൈകിട്ടും. ഇളിച്ചു കാണിക്കാൻ കുറെ പെണ്ണുങ്ങളും. ആണോ? ഗോവിന്ദേട്ടാന്ന് വിളിച്ചാ തികച്ചു വിളിക്കത്തില്ല. ഇയാള് നാട് വിട്ടു പോയപ്പോ എന്നേക്കാൾ സങ്കടം വേറെ ചിലർക്കായിരുന്നു. തോന്നിയാസം പറഞ്ഞാൽ ഞാൻ മോന്തക്കിട്ട് ഒരു കുത്തേരും കിട്ടും. ഓ, പിന്നെ കുത്തും. നിങ്ങളുടെ മർമ്മവിദ്യക്ക് കയ്യിലിരിക്കത്തേ ഉള്ളൂ, എന്റെ അടുത്ത് നടക്കത്തില്ല. എന്റെ പൊന്നു നാത്തൂന് വഴക്കിടാതെ. ശാരദയ്ക്ക് അറിയാലോ, എന്റെ ഈ വയ്യാത്ത കൈ കൊണ്ടായി എന്റെ മുണ്ടും ചുബയും ഞാൻ കുത്തിപ്പിഴിഞ്ഞിട്ടത്. എന്റെ മോന്തയ്ക്ക് കുത്തുന്ന അയാള് പറഞ്ഞു. അയ്യോ, അണ്ണൻ തമാശ പറഞ്ഞത് കാര്യമാക്കാതെ. ഇതൊക്കെ ഒറിജിനൽ കരച്ചിലാണോ? ഞാനിത് എത്ര കാലം കൊണ്ട് കാണുക. ശാരദാമ്മോ, ഇതാരാ ശാരദയെ വിളിച്ച് തൊള്ള തുറക്കുന്നത്? ശാരദാമ്മേ. ആ, രാജനായിരുന്നോ? നീ എന്താടാ കിടന്ന് മീൻകാരെ പോലെ വിളിച്ചു പോകുന്നത്? നിങ്ങൾ ആരും ഒന്നും അറിയാതെ ഇവിടെ ഇരുന്നോ. അവിടെ കവലയിൽ എന്താ നടക്കുന്നതെന്ന് അറിയോ? കവലയിൽ ആരാടാ നടക്കുന്നത്? കവലയിൽ ആരും നടക്കുന്നില്ല, എല്ലാരും അവിടെ നിൽക്കുക, ഒരു കാഴ്ചയും കണ്ടോണ്ട്. കാഴ്ചയോ? എന്ത് കാഴ്ച? ഇവിടത്തെ രവിയുടെ ഓരോ കോപ്രായങ്ങളും എന്തെല്ലാം വേലത്തരങ്ങൾ ആ നടുറോടി കാണിച്ചോണ്ടിരിക്കുന്നത്. വേലത്തരം? എന്ത് വേലത്തരം? ഭക്തിമാർഗമാണെന്നാ രവി പറയുന്നു, ഭ്രാന്താണെന്ന് നാട്ടുകാർ പറയുന്നു. അയ്യോ ദൈവമേ, എന്റെ ചെറുക്കൻ എന്നാ പറ്റി? ഭ്രാന്തി തന്നെ ആണെന്നേ നാട്ടുകാരവിടെ കിടന്ന് ചിരിച്ചിരിച്ച് തലകുത്തി മറിയാ. ഞാൻ പോവാ, ഞാനിത് പറയാനായിട്ട് വന്നതാ, ഞാൻ പോണേ. ആ, എനിക്ക് തല കറങ്ങുന്നു നാത്തൂനെ, ഓരോന്നും കേട്ടിട്ട്. ശാരദ വിഷമിക്കാതെ. രവി കോമാളിത്തരങ്ങൾ തുടങ്ങിയത് ഇന്നൊന്നല്ലേ അല്ല പെങ്ങളെ. അപ്പോ നിങ്ങൾക്കൊക്കെ ഇത് നേരത്തെ അറിയായിരുന്നു പെങ്ങളെ. പലതവണ ഞാൻ പെങ്ങളോട് പറയണമെന്ന് വിചാരിച്ചത്. പെങ്ങൾക്ക് വിഷമമാവുമെന്ന് കരുതി ഇവള് സമ്മതിച്ചില്ല. ഈ വീട്ടുമുറ്റത്തും കിണറ്റിൻകരയിലും ഒക്കെ ആയിരുന്നു അവന്റെ ആദ്യത്തെ അഭ്യാസങ്ങൾ. അയ്യോ എന്റെ പൊന്നു ദൈവമേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് നിയന്ത്രിച്ചു കിടക്കുന്നു. അവൻ അവന്റെ ഭാര്യ അല്ലാതെ വേറെ ആരെങ്കിലും അനുസരിക്കും. കുഞ്ഞുമണി വന്നാ പിന്നെ ഞാൻ എപ്പോഴും നിന്നെ ഒന്നും എടുക്കത്തില്ല കേട്ടോ, പറഞ്ഞേക്കാം.
അയ്യോ എന്റെ അമ്മച്ചെന്നാ പറ്റി? നിന്റെ കുഞ്ഞേട്ടനെ കവലെ കിടന്ന് ഭ്രാന്ത് കാണിക്കുന്നെന്ന് എന്നാൽ ഇവിടെ കാണിച്ചില്ലേ അതുപോലെ. അയ്യോ ശക്രശാണോ? എനിക്ക് ഇന്നാൾ ഇവിടെ കാണിച്ചായിരുന്നു. എന്തൊരു രസം കേട്ടമ്മേ. കുഞ്ഞേട്ടനെ കണ്ണ ഈ ചെമ്പത്തി പൂമാലയൊക്കെ ഇട്ട് കേട്ടിന് ചുറ്റും ഓടരാ ഓട്ടം. അയ്യോ എനിക്കൊന്നും കേട്ടിട്ട് സഹിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് പോകും അവനെ വിളിച്ചോണ്ട് വരാൻ. എന്നാ പിന്നെ ഞാനും വരാം. എന്നാ പിന്നെ അവന്റെ കെട്ടിയോളും കൂടെ വിളിച്ചോ. അവളവിടെ മടക്ക് ടിവിയും കണ്ട് കിടക്കുകയായി. മതികലെ കൂടി റോഡിലേക്ക് കൊണ്ടുപോണോ നാത്തൂനെ? വിളിച്ചാലെന്താ? ഏതോ ജോത്സ്യം പറഞ്ഞെന്നും പറഞ്ഞാൽ രവിയുടെ ഈ കോലം കെട്ടലെല്ലാം. അവന്റെ ഈ ഭാര്യയുടെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയാണത്രേ. വീട്ടില് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയാണോ നാട്ടുകാരുടെ മുന്നിൽ ഭ്രാന്തരാവുന്നേ? അത് വല്ലതും പറഞ്ഞ അവന്റെ തലയിൽ കയറണ്ടേ? യോ ഈ വീട്ടിലുള്ളവരെല്ലാം അവന്റെ ശത്രുക്കളാ. ഞാൻ എന്തായാലും കലമോളെയും വിളിച്ചോണ്ട് പോവാ. ആ വിളിച്ചോണ്ട് പോ, അതാ നല്ലത്. പെണ്ണും പുള്ള പറയുമ്പോഴെങ്കിലും അവന് കാര്യം മനസ്സിലാവുമല്ലോ. ഇന്ന് കവലയിലാടാ സഞ്ജു പൂജ. പാതയോര മഹാപൂജ. ഇല്ല ചെയ്യാതെ ഒന്നും ഇരിക്കില്ല. ഞാൻ പറയുന്ന എന്ത് കാര്യവും അയാൾ അനുസരിക്കും. അതാണ് എന്റെ ഭർത്താവ്. കലമോളെ വാതിൽ തുറന്നേ. കലമോളെ വാതിൽ തുറക്ക്. മോശം. സഞ്ജു ഞാൻ പിന്നെ വിളിക്കാം. പടകൾ എല്ലാരും കൂടെ വന്ന് വാതിൽ കിടന്ന് മുട്ടും. കലമോളെ നീ ഒന്ന് വാതിൽ തുറക്കാൻ. കലമോളെ ഒന്ന് തുറക്ക്. ഞാനൊന്ന് മയങ്ങാൻ തുടങ്ങുമായിരുന്നു. എന്തിനമ്മ ഇങ്ങനെ ബഹളം വെച്ച് കിടന്ന് വിളിച്ചത്? കൊച്ചേച്ചി അതെ കുഞ്ഞേട്ടനുണ്ടല്ലോ അവിടെ കവലയിലെ സർക്കസ് കാണിച്ചു. സർക്കസോ? മോളെ രവി എന്തോ പൂജയാണെന്നും പറഞ്ഞ് നടു റോഡിൽ കോപ്രായങ്ങളെ കാണിച്ചോണ്ടിരിക്കുക. ഭ്രാന്താണെന്ന നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് എന്നെ നെഞ്ചു പൊട്ടുക. മോളുവാ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാ. നടുറോടി കിടന്ന് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഭ്രാന്ത് തന്നെ ആയിരിക്കും, അല്ലാതെന്താ? എന്റെ പൊന്നു മോളെ ഇങ്ങനൊന്നും പറയാതെ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാ. ഞാൻ വരുന്നില്ല. എനിക്ക് വയ്യ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ. അല്ലാതെ ഈ വീട്ടിൽ വന്നു കയറിയതിന്റെ വകയായിട്ട് നാണക്കേട് ഒരുപാടുണ്ട്. അതിന്റെ കൂടെ ഇനി ഭ്രാന്തന്റെ ഭാര്യയെന്ന് കൂടി നാട്ടുകാർ പരിഹസിക്കണം. അവൻ നിന്റെ ഭർത്താവല്ലേ? നിനക്ക് അവന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യയ്ക്ക് ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട് എന്ന് കരുതി ഭർത്താവിന്റെ ഭ്രാന്ത് മാറ്റാനുള്ള വിദ്യയൊന്നും എനിക്കറിയത്തില്ല. രവി നാട്ടുകാരുടെ മുമ്പിൽ കോലം കെട്ടി നിൽക്കുക. നമുക്ക് അങ്ങോട്ട് പോവാം മോളെ. അതെ കൊച്ചേച്ചി പെട്ടെന്ന് ചെല്ലു ചേച്ചി, പെട്ടെന്ന് ചെല്ല. നീ പോവണ്ടേ അവിടുന്ന്? നീ പോയി വിളിച്ചോണ്ടോ നിന്റെ കുഞ്ഞേട്ടനെ. ദേ അമ്മയ്ക്ക് ഒന്നും തോന്നരുത്. ഞാൻ ഈ വീട്ടില് സഹിക്കാവുന്ന എന്റെ അങ്ങേ അറ്റം കഴിഞ്ഞു. എന്റെ അമ്മയുടെ അവസ്ഥ അറിയാലോ. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടും ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അമ്മയുടെ ആ വട്ടു മോനു വേണ്ടിയാ. എന്ന് കരുതി നിങ്ങൾ അമ്മയും മോനും ഒന്നും ആട്ടിത്തെളിക്കുന്ന വഴിയെ നടക്കാൻ മതികലെ കിട്ടത്തില്ല. എന്താ നീ ഇങ്ങനെ? സോറി, എനിക്കൊന്ന് ഉറങ്ങണം. ഗോവിന്ദണ്ണ പയലൂരം വീട്ടിലെ ഇളയ കൊച്ചനാ. ഏത് നമ്മുടെ അച്യുത കുറിപ്പിന്റെയോ? അതേന്നേ. ബഹളം ഉണ്ടാക്കില്ല, എല്ലാവർക്കും കാണാമല്ലോ. മെമ്പറെ കണ്ടില്ലേ വയലോരം വീട്ടിലെ ചെറുക്കന്റെ ഭ്രാന്ത്? കണ്ടു കണ്ടു. എന്റെ വാർഡിൽ എന്റർടൈൻമെന്റിന് ഒന്നുമില്ല എന്ന നിങ്ങളുടെ പരാതി ഇതോടെ തീർന്നല്ലോ. ഇത്രയും നല്ല വിനോദം വേറെ എവിടെ കാണാൻ? വയലോരം വീടിന് മുന്നിൽ നമുക്ക് പഞ്ചായത്ത് വക ഒരു ബോർഡ് വെക്കാം, വയലോരം അമ്യൂസ്മെന്റ് പാർക്ക്. കുറെ കാലമായി ഇതാ അവന്റെ പരിപാടി. എന്താണ് ഇവന് പറ്റിയത്? എന്താ ഇവന്റെ കുഴപ്പം? ചെവിക്കല്ല് പൊട്ടുമട്ടിൽ നല്ല പെട കിട്ടാത്ത കുഴപ്പം. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അവനും ഭാര്യയും കൂടി ഏതോ ജോത്സ്യനെ കണ്ടിട്ട് വന്നപ്പോ തുടങ്ങിയതായി ഈ സൂക്കട്. ജോത്സ്യര് പറഞ്ഞെന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഏതാണ്ട് വലിയ ഭാഗ്യം വരുമെന്ന്. പോളൻ ഇതാ രവിയുടെ ഭ്രാന്തം പ്രകടനം കാണാൻ
സ്വന്തം പെറ്റമ്മ തന്നെ എത്തിയിരിക്കുകയാണ്. ഈ അമ്മയ്ക്ക് കൊടുക്കാൻ നമുക്കൊരു ബിഗ് ക്ലാപ്പ്. നിർത്തണോ, നിർത്താൻ. കരയാൻ മാത്രം അറിയാവുന്ന വയലൊരു വീട്ടിലെ ശാരദയെ തനിക്ക് അറിയൂ. കണ്ണുകളിൽ തീ എരിയുന്ന ശാരദയെ താൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് ഇല്ല. കണ്ട് രസിക്കാൻ നിൽക്കുന്നു താനല്ലേ? ആളെ കുട്ടി കൈയടിക്കാൻ കാവൽ നിൽക്കുന്നു താനല്ലേ? ശാരദമ്മേ, ഞാന് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേല് അല്ലടാ. കണ്ണോടോ ഒരൊറ്റ കുത്തു തന്നാല് നേരത്തോട് നേരം താൻ ഇവിടെ വടി പോലെ നിൽക്കും. അയ്യോ വേണ്ട, വേണ്ടായേ. ശാരദ പെങ്ങളെ ആ പൊട്ടനെ ചെന്ന് പിടിച്ചോണ്ട് വാ. നീ കൂപം ഓം ക്രീം കൂപം. മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനായിട്ട് നിനക്ക് എന്താടാ? അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? നിനക്കാണോ എനിക്കാണോ ഭ്രാന്ത്? കണ്ടില്ലേടെ ആളുകൾ നോക്കി നിന്ന് ചിരിക്കുന്നത്? വിവരമില്ലാത്തൊരു ചിരിച്ചോട്ടെ. ഞാൻ ചെയ്യുന്നതേ ഒരു മഹത് പൂജ. അത് അറിയാവുന്നവർക്കല്ലേ അറിയൂ. നിന്റെ ഒരു പൂജ നടുറോഡിലാണോടാ പൂജ? അവന്റെ അടുത്ത ചിളക്കൂടെ ഒന്ന് കൊടുക്ക പെങ്ങളെ. വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങൾ മിണ്ടരുത്. നിങ്ങളാണ് ഇതിന് പിന്നിലല്ലേ? ഞാൻ നന്നാവുന്നതിന്റെ അസൂയ. വായടക്കടാ. അവൻ നന്നാവുന്ന പോലും ഒരു നാടിന്റെ മുഴുവൻ മുന്നിൽ നീ ഇപ്പൊ ഭ്രാന്തനാടാ, മുഴുവൻ ഭ്രാന്തൻ. മാലയിട്ടോട്ട് അവൻ നടക്കുന്നു. അവന്റെ ഒരു മാല. അമ്മ എന്തേ കാണിച്ചത്? എന്റെ പൂജ മുടക്കിയോ? ഈ പാപികളുടെ ചിരി കേട്ട അമ്മ ഇത് ചെയ്തത്. ഈ വയസ്സിന്റെ വാക്ക് കേട്ട അമ്മ ഇത് ചെയ്തത്. അമ്മയോട് ദൈവം ചോദിച്ചോളൂ. പെറ്റ അമ്മയെക്കാളും വലിയൊരു ദൈവം ഇല്ലടാ പെങ്ങളെ. അവനെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. രവി, വീട്ടിലേക്ക് നടക്ക്. വാ. ഞാൻ വരുന്നില്ല. അമ്മ പൊയ്ക്കോ. എനിക്ക് എന്റെ പൂജ ഒന്നും തുടങ്ങണം. നീ ഒന്നും തുടങ്ങുന്നില്ല, രണ്ടേന്നും തുടങ്ങുന്നില്ല. നിന്നോട് വരാനാ പറഞ്ഞത്. അമ്മ പൊയ്ക്കോ. ഞാൻ വന്നേക്കാന്ന് പറഞ്ഞില്ലേ? നീ വന്നില്ലെങ്കിൽ ഇവിടെ നടു റോഡിൽ നിന്റെ മുമ്പിൽ തലയടിച്ചാൻ ചാവും. സത്യം. എന്റെ പരുത്തിക്കാവിലമ്മയാണ് സത്യം. പാടാ, വാ ഇങ്ങോട്ട്. അമ്മ വീടമ്മേ. അമ്മ എന്റെ പൂജ മുടങ്ങി. അമ്മ വിട്. ഈ സ്ത്രീക്ക് എന്തുവാ? നടു റോഡിൽ പൊങ്കാലയിടാങ്കി അവന് കവലയെന്ന് പൂജ ചെയ്തൂടെ? നല്ലൊരു ഷോ മിസ്സായി പോയല്ലോ. നീ അവന്റെ കാര്യം കളശാരതേ. നീ ഇങ്ങനെ കരഞ്ഞു പിടിച്ചു നിന്നിട്ട് അവന്റെ വിശ്വാസം മാറുമോ? അവൻ വിശ്വസിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോട്ടെ, ആരെ വേണമെങ്കിലും വിശ്വസിച്ചോട്ടെ. അവൻ എന്താ കാണിക്കുന്നെന്ന് അവനെങ്കിലും ഒരു ബോധ്യം വേണ്ട നാത്തൂനെ. മനുഷ്യന്റെ സ്വബോധം നഷ്ടപ്പെടുന്നിടത്ത് നിന്നാണല്ലോ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അയ്യോ, ഈ കുഞ്ഞാറ്റിന്റെ സ്വബോധം എവിടെ പോയി? ഞാൻ കണ്ടില്ലല്ലോ പോകുന്നേ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്റെ ഭർത്താവിനെ നടു റോഡിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് ഇവിടെ വെച്ച് ക്രോസ് വിസ്താരം ചെയ്യേണ്ട കാര്യം എന്താ? ഓ, നിന്റെ പണുത്താവ്. ഇവൻ നിന്റെ ഭർത്താവ് മാത്രമല്ല, ശാരദയുടെ മോനും കൂടിയാ. അമ്മയ്ക്ക് മോനോട് പറയാൻ പലതും കാണും. കുഞ്ഞന്റെ അമ്മയോട് വഴക്കിടല്ലേ. വഴക്കിട്ടാലേ അമ്മ സങ്കടപ്പെട്ട് എവിടെയെങ്കിലും ഇറങ്ങി പോയിക്കളെ. പെണ്ണേ, നീ ഒരു അക്ഷരം മിണ്ടരുത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ. ഇവൻ നിന്റെ ഭർത്താവ് മാത്രമല്ല, ശാരദയുടെ മോനും കൂടിയാ. അമ്മയ്ക്ക് മോനോട് പറയാൻ പലതും കാണും. അയ്യോ, ഇക്കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്നാ ഞാൻ ഒരു കാര്യം തെളിച്ചങ്ങ് പറഞ്ഞേക്കാം. ഈ രവി ആരുടെ മോനാണെന്നൊന്നും എനിക്കറിയണ്ട. ആരെങ്കിലും പ്രസവിച്ചതാണോ, ആറ്റീന്ന് ഒഴുകി വന്നപ്പോ കിട്ടിയതാണോ എന്നൊന്നും എനിക്കറിയണ്ട. എന്നെ പെണ്ണ് കാണാൻ വന്നത് ഈ മനുഷ്യനാ. എന്റെ കാലക്കേടിന് ഇയാളെ ഇഷ്ടപ്പെടുകയും കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യേണ്ടി വന്നു. അന്നു മുതൽ ഇങ്ങോട്ട് മതികലയുടെ ഭർത്താവ്, അല്ലെങ്കിൽ മാണിക്യമംഗലത്തെ ജലജയുടെ മരുമകൻ, അതാണ് ഈ നിൽക്കുന്ന രവിയുടെ ക്രെഡിറ്റ് ലൈൻ. അല്ലാതെ പറയാനും പാട്ടുപാടി നടക്കാനും കിണറ്റില് വീണ് ചത്ത അപ്പനും നാടു വിട്ടുപോയി തിരിച്ചു വന്ന അമ്മയും കൊട്ടക്കണക്കിന് അന്തസ്സും മഹത്വവും ഒന്നും ഉണ്ടാക്കി ഇവിടെ ഇറയത്ത് വെച്ചിട്ടില്ലല്ലോ. രവി, നീ കേട്ടില്ലേടാ നിന്റെ ഭാര്യ പറയുന്നത്? കേട്ടു. മതി പറഞ്ഞതില് എന്താ ഇത്ര തെറ്റുള്ളത്? അവള് പറഞ്ഞത് കാര്യമല്ലേ? ഞാൻ എന്റെ ഭാര്യ വീട്ടുകാരുടെ പേരിൽ തന്നെയാ അറിയപ്പെടുന്നതും കഴിയുന്നതും. എനിക്കതിൽ ഒട്ടും അപമാനമില്ല, അഭിമാനമേ ഉള്ളൂ. ഞാൻ നല്ല വിലപിടിപ്പുള്ള ഒരു ഉടുപ്പ് ഇടുന്നത് പോലും മതിയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. അയ്യോ, ഞാനും നിന്റെ അച്ഛനും നിനക്കൊന്നും തന്നിട്ടില്ലല്ലേടാ മോനെ. ഓ, തന്നതിന്റെ കണക്കൊന്നും പറയിക്കാതിരിക്കുന്നതാ അമ്മയ്ക്ക് നല്ലത്. മക്കളായിട്ട് പിറന്നു പോയതുകൊണ്ട് എല്ലാ അപ്പനമ്മമാരും നോക്കുന്നത് പോലെ നിങ്ങളും നോക്കി. അല്ലാതെ ഇത്ര വിശേഷം പറയാൻ മാത്രം ഞാനൊന്നും കണ്ടിട്ടില്ല. കുഞ്ഞന്റെ അമ്മയോട് വഴക്കിടല്ലേ. വഴക്കിട്ടാലേ അമ്മ സങ്കടപ്പെട്ട് എവിടെയെങ്കിലും ഇറങ്ങി പോയിക്കളെ. പെണ്ണേ, നീ ഒരു അക്ഷരം മിണ്ടരുത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ. മോളെ, മോളെ അപ്പുറത്ത് കിങ്ങിണി എന്ത് നോക്കിയേ? നോക്കാം. അമ്മ,
കരയല്ലേ കരയല്ലേ. എന്നാലും എന്റെ മോനെ, മക്കൾക്ക് വേണ്ടി ഒരു ജന്മം മുഴുവൻ മാറ്റിവെച്ചവരാ ഞാനും അച്ചുവേട്ടനും. എന്റെ ജീവിതം നന്നാവാൻ വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കർമ്മം മുടക്കിയിട്ട് എന്നെ ഇങ്ങോട്ട് തന്ന് കനപ്പിച്ചതിന്റെ കണക്ക് പറയണോ? അമ്മയാണെന്നുള്ളത് മറന്ന് ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോകും. ഇങ്ങോട്ട് തന്നു എന്ന് മുഴുപ്പിച്ച് പറയുന്നതിന്റെ 4 ഇരട്ടി ഞാൻ അങ്ങോട്ട് തന്നിട്ടുണ്ട്. രവി, എന്റെ രവിയേട്ട മുറിയിലോട്ട് പോ. വെറുതെ സംസാരിച്ച് സമയം കളയാതെ. ഇന്ന് നിങ്ങളെ പരസ്യമായി നാണം കെടുത്തിയത് ആരാ? നാട്ടുകാരാണോ അതോ നിങ്ങളുടെ സ്വന്തം വീട്ടുകാരോ? അത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാ മതി. ചെയ്തോണ്ടിരുന്ന കർമ്മം മുടങ്ങിയാൽ എന്താ? യഥാർത്ഥ ശത്രുക്കളെ തിരിച്ചറിയാൻ പറ്റിയല്ലോ. അത് തന്നെ മഹാഭാഗ്യം. ചെല്, ഗോ ഗോ.